എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ ഇന്ന് ഒരു കുട്ടി ബ്ലോഗായിട്ടാണ്. അപ്പം ചെറിയ ബ്ലോഗ് എടുക്കാൻ വെറുതെ ഇരിക്കുമ്പോൾ ഓടിയിട്ടല്ല. Hello, hi, welcome back to our YouTube channel. It's me, നിഷാരിദാസ്, ആദ്യലക്ഷ്മി, ശേഖരി. Yes, ഇന്നൊരാൾ കൂടെ ഉണ്ട്. She's sleeping. അപ്പോൾ കിടന്നുറങ്ങിയാണ്. നമ്മളിത് ഇപ്പോൾ എവിടെയാണുള്ളത്? നമ്മളിപ്പോൾ പുറത്താണെന്നറിയാം, പക്ഷെ എവിടെയാണ്? സ്ഥലത്തിന്റെ പേരാണ് ഉജറ. മീൻസ് നമ്മൾ ഉജറ അല്ല, ഉജിരയാണ്. ഇത് കർണാടകയിലാണ് കേട്ടോ. അപ്പോൾ കാസർഗോഡ് നിന്ന് ഞങ്ങൾ എപ്പോൾ പോകുന്നു ഗായ്സ്? ഇന്നലെ. യെസ്, നമ്മൾ ഓണത്തിൻ്റെ തലേന്ന് പോന്നു. മൺഡേ പോന്നു. ഐ എം സോറി, മൺഡേ അല്ല, ട്യൂസ്ഡേ അല്ലേ നമ്മൾ പോകുന്നത്. മൺഡേ നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത്? യെസ്, മൺഡേ ഞങ്ങൾ അമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ താഴെ ഇരിക്കാം കേട്ടോ. കണ്ണൻ എവിടെ ഇരുന്നു? എന്നാലേ കാണും. യെസ്, കണ്ണനെ ഉണ്ടോ? എടാ, നീ അവിടെ ഇരുന്നോടാ, എന്നാലും നിന്നെ ശരിക്കും കാണും. അതല്ലേ ഞാൻ ഇവിടെ ഇരുന്നേ. ഓക്കെ, നീ ഇവിടെ ഇരുന്നോ? ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മൾ എന്താ പറയുക, മൺഡേ അമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അമ്മയ്ക്ക് കാൽവേദന, എന്താണ്, എല്ല് തേയ്മാനത്തിൻ്റെ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നമുക്കിപ്പം അത്യാവശ്യം നല്ല ഭേദമായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതും അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു മൺഡേ. അപ്പോൾ മരുന്നൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്ന് ട്യൂസ്ഡേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളുടെ വീട്ടിലേക്ക് വന്നൊക്കെയാണ്. കർണാടക. യെസ്, വി ആർ ഇൻ കർണാടക നൗ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കർണാടകയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ വീട്ടിലാണ്. ചിലപ്പോൾ നാളെ പോകും. നാളെ പോകണം. നാളെ അല്ല, മേ ബി നാളെ പോകണമെന്ന്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് പ്ലാൻ ഉണ്ടായില്ല. പിന്നെ എന്താ ഞാൻ പറയും, കുറേ ആയില്ലേ പോയിട്ട് വരാം. പിന്നെ എന്തായാലും ഓണം വെക്കേഷനാണ്. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ അലച്ച് ഓക്കെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ പോകുന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ കുറേ ആയി, മാസങ്ങളായി. പിന്നെ ബിസി ആയില്ല, കാരണം പിള്ളേർക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ബിസിയാണ്. പിന്നെ നമുക്ക് ഇങ്ങും പോകാൻ സമയമില്ല. ഇവിടെ വന്നാൽ അന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റില്ല, എന്തായാലും ലോങ് ആണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. എന്തായാലും ഓണം വെക്കേഷനാണ്. അപ്പോൾ ഓണം വെക്കേഷൻ എന്തായാലും ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ പ്ലാനായിരുന്നു എനിക്ക് വെച്ചാൽ ഓണത്തിന് 10 days നമുക്ക് സ്കൂളില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു മെഷീൻ മേടിച്ച് വെച്ചിട്ട് വലുതായിട്ടൊന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് പ്രൊഫഷണലായിട്ട് അറിയുന്ന ആൾക്കാരുടെ അടുക്ക പോയിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ നമുക്കതിന് യൂസ് ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ കാര്യം നടന്നിട്ട്, അപ്പോൾ ഇങ്ങോട്ട് വന്നതോടുകൂടി അതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നല്ല. എന്തായാലും നമ്മൾ അല്ലാതെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. സൺഡേ ക്ലാസ് അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും ഇനി. അപ്പോൾ ഓണമൊക്കെ നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിൽ ചെയ്തു. അടിച്ചു പൊളിച്ചെന്ന് വെച്ചാൽ അടിച്ചു പൊളിച്ചു. അത്യാവശ്യം നല്ല രീതിയിലും ചെറിയ രീതിയിലും ചെയ്തായിരുന്നു. കണ്ണവാ വാ. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം നമ്മളിവിടെ ഉണ്ട്. പിന്നെ അമ്മ ഇപ്പോൾ ഉറങ്ങി, മീൻസ് ഒന്ന് കിടന്നമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. കണ്ണ എന്തെങ്കിലും പറയാനുണ്ടോടാ? എന്തെങ്കിലും പറയൂ. ആദ്യം കേൾക്കാം. ആദ്യക്ക് പറയാനുണ്ട്, പക്ഷെ ഷീ വാണ്ട് ടു തിങ്ക്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മറ്റൊരാളാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഞാൻ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഡാഡി ഇത്ര സമയത്ത് എത്തിയിട്ടില്ല. ഡാഡി ഇന്ന് വരില്ല. പിന്നെ വരാന്നല്ലേ പറഞ്ഞുള്ളൂ, വന്നില്ലല്ലോ. വരും, നോട്ട് ഷുവർ. അപ്പോൾ ഈ നാട് നമ്മൾ അന്ന് വന്നേ സന്നല്ലേ ഈ നാട് കണ്ടില്ല. അതിൻ്റെ കൊടുക്കമ്മേ
ഇവിടെ ആരും ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ. നമ്മൾ പൊതുവെ ഇവിടെ ആരും ഉണ്ടാവില്ല, എല്ലാവരും ഓരോരോ സ്ഥലത്താണ് ജോലിയൊക്കെ ചെയ്യണത്. ഞാനായാലും കാസർഗോഡാണ്, പിന്നെ അവിടെ ആരില്ല. അപ്പം അത്രയും ഒരു കുറച്ചൊക്കെ കാട് കയറിയിട്ടുണ്ടാവും. ഇവിടെ ആരും നമ്മുടെ മുമ്പിലൊന്നും വീടില്ല, മുമ്പിലില്ല, ബാക്കിലുണ്ട്, മുമ്പിലില്ല. അങ്ങനത്തെ വീട് സാഹചര്യം. ഈ വീട്ടിലല്ലേ നമ്മൾ കളിച്ചു വളർന്നത്. ഈ വീടല്ല, നമ്മുടെ വീട് താഴെയായിരുന്നു. അവിടെ ഇരുന്ന് ഞാനൊക്കെ നിൻ്റെയൊക്കെ പ്രായം തൊട്ടേ ഇവിടെ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പൊ എന്ത് മാറ്റമാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ, അന്ന് ഞങ്ങൾക്കൊക്കെ ഈ പ്രായത്തിൽ കളിക്കാനൊക്കെ ആൾക്കാരുണ്ട്, അടുത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ഒറ്റപ്പെട്ട വീടായിരുന്നു ഇവിടെ. ചുറ്റും മലയാളീസ് ഇല്ല, വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കിലോമീറ്ററോളം നടന്നിട്ട് സ്കൂളിൽ പോകും. ആദ്യമൊക്കെ എന്ത് സുഖമാണ്, മിറ്റ തന്നെ വാൻ വരും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ. ഞങ്ങൾ കിലോമീറ്റർ നടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മുടെ ഹായ് പറഞ്ഞേ, നബു ഇപ്പോൾ ഹായ് പറയും. ഓക്കെ, അപ്പോൾ നബു എണീറ്റിട്ടുണ്ട്. ഞാൻ നേരത്തെ പോയത് എന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഇവർ നീ എന്ത് കണ്ണനിപ്പോൾ ഒരു പേര് പറയും, കേട്ടോളൂ. കണ്ണ എന്തെന്നാ മോനെ നീ പൊട്ടിച്ചെടുത്ത്? മലബറി. അമ്മ ഇന്നലെ തുടങ്ങി പറയണം മലബറി പൊട്ടിച്ച മലബറി. പക്ഷെ ഇത് പച്ചടാ, പഴുത്തിട്ടില്ല. കാണിച്ചേ. പഴുത്തതും പഴുക്കാത്തതുണ്ട്. ഒരു പഴുത്തത് നോക്കി എടുത്തന്നെ, ഒരു പഴുത്തത് നോക്കിട്ട്. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട് പ്ലീസ് മാം. വേണ്ട ഡോണ്ട് ഗോ. വേണ്ട എന്താ പറയാ. നബു എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മ ഉണ്ട് അപ്പുറത്ത്. അമ്മ ഈസ് ടു ബിസി, അമ്മ ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവരും ടാറ്റ ബൈ ബൈ ആക്കിയേ. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. കണ്ണൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പൊതി ഉണ്ടാവും, എന്തെങ്കിലും ആയിട്ട് അവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ഫുള്ള് മലബറിയാണ്, മലബറി. ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ണവാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സർപ്രൈസ് കൂച്ചെന്ന്. സബ്സ്ക്രൈബ് പറഞ്ഞ കണ്ണ, കണ്ണ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. മര്യാദക്ക് പറയണ. സബ്സ്ക്രൈബ് പറയണ്ട. സോറി എനിക്ക് തെറ്റുപറ്റി. നബു പറഞ്ഞ സബ്സ്ക്രൈബ് എന്ന്. മിടുക്കി. ഉമ്മന്നെ നമുക്കൊരുമ്മന്നെ. ഇവ വന്ന് ഇടക്ക്. ഓക്കെ ഗൈസ്, ബൈ. ടാറ്റാ. എന്താ അതിന്? ബൈ ബൈ. ബൈ. See you.